എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ആനുകൂല്യങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും സത്യസന്ധമായ വാർത്തകൾ ലഭിക്കാൻ വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ഒരു ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. അതായത് നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന സർക്കാർ ഏകദേശം 4 മാസത്തേക്കുള്ള സൗജന്യ കിറ്റിൻ്റെ വിതരണം കൂടി പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ സെപ്റ്റംബർ മാസത്തിലെ സൗജന്യ കിറ്റിൻ്റെ വിതരണമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നീല കാർഡുകാർക്കുള്ള കിറ്റിൻ്റെ വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ഇന്നാണ് അത് അവസാനിക്കുന്നത്. എന്നാൽ പലരും പരാതിയായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഞങ്ങൾ മഞ്ഞ കാർഡുകാരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ റോസ് കാർഡുകാരാണ്, ഞങ്ങൾക്ക് ഇതുവരെ കിറ്റ് ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ പല നീല കാർഡുകാരും പറയുന്നുണ്ട്, നിങ്ങളുടെ തീയതിയായിട്ടും റേഷൻ കടയിൽ പോയിട്ട് കിറ്റ് ലഭിക്കുന്നില്ല, പിന്നെ എന്തിനാണ് ഈ ഒരു ഡേറ്റ് ഒക്കെ പ്രഖ്യാപിക്കുന്നത് എന്ന്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിലെ കുറേയധികം അധിക റേഷൻ കടകളിലും ഈ ഒരു കിറ്റൊക്കെ എത്തിയിട്ടുണ്ട്. എന്നാൽ ചില റേഷൻ കടകളിലൊന്നും കിറ്റ് എത്തിയിട്ടില്ല. അപ്പോൾ എല്ലാ റേഷൻ കടയിലും കിറ്റ് എത്തിയിട്ട് വിതരണം ചെയ്യുക എന്നത് പ്രായോഗികമായ കാര്യമില്ല. അതെല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ അധിക റേഷൻ കടകളിലും കിറ്റ് എത്തിക്കുമ്പോൾ അതിനനുസരിച്ച് വിതരണം ചെയ്യുന്നതാണ്. ചില റേഷൻ കടകളിൽ കിറ്റ് എത്തിക്കുന്നതിൽ തടസ്സം നേരിടുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റ് മെഷീനിലേക്കാണ് ഇതിൻ്റെ കാർഡിൻ്റെ അവസാന അക്ക നമ്പർ അടിച്ചു കയറ്റുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അവർ ഡേറ്റ് പ്രഖ്യാപിക്കുകയുമാണ്. അപ്പോൾ ആ സമയത്ത് റേഷൻ കടകളിൽ കിറ്റ് എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്തിയ സമയത്ത് പോയിട്ട് മേടിക്കാൻ സാധിക്കും. ഇനി അഥവാ എത്തിയിട്ടില്ലെങ്കിൽ എപ്പോഴാണ് എത്തുന്നത്, ആ ഒരു സമയത്ത് കിറ്റ് കിട്ടാത്ത ഏത് കാർഡായാലും അവർക്കും പോയി കിറ്റ് മേടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് അവർ തന്നെ പുറത്തുവിട്ട കാര്യമാണ്. അതായത് എത്ര കാർഡുകാർക്ക് ഇത്രയും കിറ്റ് വിതരണം ചെയ്തു എന്നുള്ള കണക്കുകൾ, ആ ഒരു കണക്കുകൾ ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാം. അതായത് AAY മഞ്ഞ കാർഡുകാരുണ്ട്. ഏകദേശം 5,50,34 കിറ്റുകളാണ് AAY മഞ്ഞ കാർഡുകാർക്ക് വിതരണം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ PHH റോസ് കാർഡുണ്ട്. അവർക്ക് 24,14,756 കിറ്റുകളാണ് ഇപ്പോൾ വിതരണം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ NPS നീല കാർഡ്, ഇപ്പോൾ നീല കാർഡിൻ്റെ APL നീല കാർഡിൻ്റെ വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 66,345 നീല കാർഡുകൾക്കുള്ള സൗജന്യ കിറ്റിൻ്റെ വിതരണം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കിറ്റ് വിതരണം ചെയ്യുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പിന് കീഴിലുള്ള റേഷൻ കടകൾ വഴിയാണെങ്കിലും കിറ്റിനുള്ള സാധനങ്ങൾ വാങ്ങി പാക്ക് ചെയ്ത് കിറ്റ് തയ്യാറാക്കി അവ റേഷൻ കടകളിൽ എത്തിക്കുന്നത് വരെയുള്ള ചുമതല സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സപ്ലൈകോ എന്ന പൊതുമേഖലാ സ്ഥാപനത്തിനാണ്. ഓരോ മാസവും 88 ലക്ഷം കിറ്റിനുള്ള സാധനങ്ങളാണ് പാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ കിറ്റുകളും തയ്യാറാക്കിയ ശേഷം ഒരുമിച്ച് വിതരണം നടത്തുക എന്നത് തികച്ചും പ്രായോഗികമായ കാര്യമല്ല. അത് എല്ലാവരും മനസ്സിലാക്കുക. നിലവിൽ ഈ ഒരു കോവിഡിൻ്റെ പ്രതികൂല സാഹചര്യത്തിലും സപ്ലൈകോ അധികൃതർ പരമാവധി വേഗത്തിൽ പാക്ക് ചെയ്ത് എത്തിക്കുന്ന മുറയ്ക്ക് വിതരണം നടക്കുന്നുമുണ്ട്. ഇനി നിങ്ങൾക്ക് കിറ്റ് ലഭിക്കുന്നതിന് തടസ്സമുണ്ടാകുന്ന പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ TSOയുമായി, അതായത് താലൂക്ക് സപ്ലൈ ഓഫീസറുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് കിറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ കിറ്റുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ നിങ്ങൾക്ക് നിങ്ങളുടെ താലൂക്ക് സപ്ലൈ ഓഫീസുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്തെത്തിക്കുക. പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.